ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പം നമ്മളുള്ളത് 9018 നൊസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റിലാണ്. കാലിക്കറ്റിലുള്ള ബീച്ചിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. പഴയ ഒരു വീട് നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആക്കി റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയതാണ്. സംഭവം രക്ഷയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മാൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ചെറുതായിട്ടൊരു കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാളും മുനവറിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചോറ് കഴിക്കാനായിരുന്നു വന്നത്. ബട്ട് ചോറ് തിന്നുകൊണ്ട് നമ്മൾ ബിരിയാണിയിലേക്ക് മാറി. അപ്പോൾ രണ്ടാളെയും കൊണ്ട് മുനവർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല നടുമുറ്റമൊക്കെ ആയിട്ട് അടിപൊളി ഉണ്ട് കേട്ടോ. ചുറ്റും സിറ്റിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ റൂം വേറെ ഉണ്ട്, AC റൂമുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്നതിനെക്കാട്ടും സുഖം ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ വന്ന് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മാനും റയാനും ഓരോരോ ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നുണ്ട്. ഇവിടെ കുറേ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് സിത്തുവിൻ്റെ ഓർമ്മ വന്ന്. പാർക്കിങ്ങിന് നമ്മൾ അവിടെ ആദ്യം 100 രൂപ കൊടുക്കണം, എന്നിട്ട് നമുക്ക് റീഫണ്ട് ചെയ്യും. അപ്പോൾ സിത്തു ഓടിപ്പോയി അത് റീഫണ്ട് ചെയ്യാൻ പോയി തിരിച്ചു വന്നതാണ്. അങ്ങനെ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അമ്മാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗോകുലം മാളിൽ പോയി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കാനുണ്ട്. അങ്ങനെ ലാപ്ടോപ്പൊക്കെ അവിടെ കൊടുത്ത് നമ്മൾ നേരെ ഗോകുലം മാളിലേക്ക് പോവുകയാണ്. റയാനും അമ്മാനും നല്ല അടിയൊക്കെ നടന്ന് രണ്ടാളും പിണങ്ങിയിരിക്കുകയാണ്. അതൊന്നും അമ്മാൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു എക്സ്പ്രഷനൊക്കെ. എന്തായാലും ഫൈനലി നമ്മൾ ഗോകുലം മാളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ പോയത് വെസ്റ്റ് സൈഡിലേക്കാണ്. ഡ്രസ്സ് നോക്കാനല്ല, അമ്മാൻ സിത്ത് ഇവിടുന്ന് ഒരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേണമെന്ന് പറഞ്ഞ് കുറേ കച്ചറ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഓന് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ അത് വാങ്ങണമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ അങ്ങോട്ടാണ് പോയത്. നമ്മളൊന്ന് സെലക്ട് ചെയ്ത് 200 റുപ്പീസേ ഉള്ളൂ. പിന്നെ അത് അവിടെ നിന്ന് തന്നെ ഒന്ന് ഡ്രസ്സ് നോക്കാൻ നല്ലൊരു ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ റയാനും കുറേ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഡ്രസ്സ് പുതിയ ഡ്രസ്സ് തന്നെ ഇടണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തത് ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്പ്രേ ഇപ്പം തന്നെ എടുത്ത് അടിക്കാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. പിന്നെ നമ്മൾ റയാനെ നോക്കാൻ അലസോളിയിലൊന്ന് കയറി നോക്കി, പക്ഷേ ഒട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ R&B പോയി, അവിടുന്ന് തിരിച്ചിറങ്ങി. പിന്നെ സിത്തുവിന് ചെരുപ്പ് വാങ്ങാൻ മോച്ചിയിലാണ് പോയത്. അപ്പോൾ അമ്മച്ചി ചുരിദാർ നോക്കാൻ കയറിയപ്പോൾ അങ്ങനെ അമ്മച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സിത്തു ചെരുപ്പൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞ്, കുഴപ്പമില്ല, നല്ല ചെരുപ്പാണ്. അങ്ങനെ ഓളി ചെരുപ്പൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു, നല്ല ചെരുപ്പാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റയാന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോപ്കോൺ വാങ്ങി. ആദ്യം ഒരു ബോക്സ് വാങ്ങി, അത് കളഞ്ഞ് പിന്നെ ഒന്ന് വാങ്ങി. പിന്നെ ഒന്ന് വാങ്ങിയല്ല, ഒരു തന്നെ ഫില്ല് ചെയ്തൊന്ന്. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ബൺ ക്ലബിലേക്കാണ്. ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ റയാന് അമ്മാന് ചെറിയ കേക്കിൻ്റെ പീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് അവിടുന്ന് ചെറിയ കേക്ക് പീസ് വാങ്ങിയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാളും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. റയൂസ് ബർത്ത്ഡേ ആണെന്നൊക്കെ റയു പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. സിത്ത് വളരെ ഭക്ഷണം വേസ്റ്റ് ചെയ്തതാണ്, വളരെ വൃത്തിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് പെട്ടെന്നായിരുന്നു കണ്ടത്. അങ്ങനെ എനിക്ക് പല പണികളും ഓള് തരാറുണ്ട് കൊണ്ട് അവൾക്കൊരു തിരിച്ചൊരു പണി അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ കുറേ ആൾക്കാർ ടീംസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അമ്മാനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് നല്ല അടിയാണ് കേട്ടോ, നല്ല കച്ചറാണ്. ഞാൻ രണ്ടാളും കൂടി ശരിയാക്കുന്നുണ്ട്. ക്യാമറ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും അടി നിർത്തുന്നില്ല. അങ്ങനെ നമ്മളിതാ അമ്മാൻ്റെ ബർത്ത്ഡേ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ടൈമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി കേക്കൊക്കെ കിട്ടി. നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. കലമാനുണ്ട്, ബാസി മാഷുണ്ട്. ബാസി മാഷ് ഇതവിടെ ഇരിക്കുന്നുണ്ട്. സുരേഷ് സാറ് ക്ലാസ്സിലാണ്. അപ്പോൾ ഇനി നമ്മൾ ഫ്രഷായി വന്നിട്ട് കേക്ക് മുറിക്കുന്നതായിരിക്കും അല്ലേ? എടോ അർഷി വരാന് അർഷി ഇല്ല ഗൈസ്. ഞാൻ വിചാരിച്ച അർഷി ഇവിടെ ഉണ്ടാവും. ഇല്ല ഗൈസ്. അപ്പോൾ അലൂസ് ആയിഷ വന്നിട്ടുണ്ട്. കം ഓൺ ഗൈസ്. ആയിഷ, അലൂസ്, അമ്മാൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൽ ഉത്തരം പറഞ്ഞിരുന്ന കലമാനാണ്. നമ്മളിതാകുമ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. കലാന
ഓക്ക് വ്ലോഗ് എടുക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് ഗൈസ്. നോക്കാലോ ടീംസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ രണ്ടാളും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയത് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷൻ കേക്കിനുള്ള അടിയാണ് ഗൈസ്. കേക്ക് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ചോക്ലേറ്റ് കേക്കാണ്, അടിപൊളി സൂപ്പറായിരുന്നു. അങ്ങനെ ഇതാ കേക്ക് സിത്തു എല്ലാവർക്കും വീതിച്ചു നൽകിയിരിക്കുന്നു. ഫൈനലി എനിക്കും ഒരു പീസ് കിട്ടി. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ അമ്മാന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുകയാണ്.